തീരുമാനിച്ചിരുന്നതാണോ അതോ വളരെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണോ? എങ്ങനെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും? നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് രാജഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇത് സൂചിപ്പിച്ചിരുന്നതുമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മുതലെടുക്കണമെങ്കിൽ കുമ്മനത്തെ പോലെയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകണം എന്ന നിഗമനത്തിലേക്ക് BJP എത്തിച്ചേരുകയായിരുന്നു. മറ്റ് പല പേരുകളും പരിഗണിച്ചെങ്കിലും ആ പേരുകൾക്കൊന്നും പാർട്ടിക്കുള്ളിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ചേരിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കുള്ള ഒരു വിജയസാധ്യത എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കുമ്മനം രാജശേഖരൻ്റെ പേര് അവസാനം കേന്ദ്ര നേതൃത്വം സ്ഥിരീകരിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുമ്മനം രാജശേഖരൻ ഇപ്പോൾ ഗവർണർ പദവി രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗവർണർ പദവി രാജിവെച്ചുകൊണ്ടുള്ള രാജിക്കത്ത് രാഷ്ട്രപതി അംഗീകരിച്ചു കഴിഞ്ഞു. കുമ്മനം രാജശേഖരൻ ഇതോടെ BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടുണ്ട്. BJP സംസ്ഥാന ഘടകത്തിൽ നിലനിൽക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടുള്ള തീരുമാനം അനുസരിച്ച് ദേശീയ നേതൃത്വം അവസാന ഘട്ട നിശ്ചയം നടത്തും എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷത്തിൻ്റെ ഭാഗമായി ഉള്ള ആളുകൾ വന്നാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പാർട്ടി കരുതുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി. കുമ്മനം ഈ തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗവർണർ പദവി രാജിവെച്ച് സ്ഥാനാർത്ഥിയാകാനായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് തിരുവനന്തപുരത്ത് ND